ആ മലരായി കതിരായി പനിനീർക്കണമായി കുളിരണിയും സുകൃതം മലയാളം. സമവൃത്തം കേട്ടിട്ടുണ്ടാവും അല്ലേ? മലയാള കവിതയുടെ ആ താളാത്മകമായ ഘടനയുടെ ഒരു അടിസ്ഥാനമെന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാല് ഒരു ശ്ലോകമെടുത്താൽ അതിലെ 4 വരികൾക്കും ഒരേ നീളമായിരിക്കും, അതായത് ഒരേ എണ്ണം അക്ഷരങ്ങൾ. അതുമാത്രമല്ല, അതിന്റെ താളവും ഒന്നു തന്നെയായിരിക്കും. ലഘു, ഗുരു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു പാറ്റേൺ അതും ഒരേപോലെ വരും. ഈ ഒരു യൂണിഫോമിറ്റി, ഈ ഒരു സിമെട്രി, അതാണ് നമ്മൾ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഇമ്പം തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വൃത്തങ്ങളുടെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം അല്ലേ? ഇതൊക്കെ എങ്ങനെ ഓർത്തുവെക്കും? വിഷമിക്കേണ്ട, അതിനൊരു കിടിലൻ എളുപ്പവഴിയുണ്ട്. ഒരു സീക്രട്ട് കോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ആ കോഡ്. കുസുമവംശജൻ ദ്രുതഗതിയിൽ പഞ്ചമല്ലിപ്പൂവ് ശാർദൂല ശ്രദ്ധരയ്ക്ക് നൽകി. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ വാക്യം പോലെയല്ലേ തോന്നുന്നത്? പക്ഷേ ഇതിനകത്ത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 സമവൃത്തങ്ങളുടെ പേരുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ വാചകം പഠിച്ചാൽ മതി, ആ 7 എണ്ണവും നമ്മുടെ കയ്യിലിരിക്കും. ശരി, അപ്പൊ നമുക്ക് ഈ കോഡൊന്ന് പൊളിച്ചു നോക്കിയാലോ? ഇതില് ഓരോ വാക്കുമെടുത്ത് അതിൽ ഏതൊക്കെ വൃത്തങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. റെഡിയല്ലേ? നമ്മുടെ കോഡിലെ ആദ്യത്തെ വാക്ക് കുസുമ എന്നാണല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന വൃത്തമാണ് കുസുമമഞ്ജരി. ഒരു വരിയിൽ 21 അക്ഷരങ്ങൾ വരുന്ന, കേൾക്കാൻ നല്ല ഭംഗിയുള്ള ഒരു വൃത്തമാണിത്. വള്ളത്തോളിന്റെ ഈ വരികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കുന്തളാവലി വിയർത്ത പൂങ്കവിളിൽ മിന്നിയും കുളിർമുലക്കുടം ചന്തമോട് നടമാടിയും. കേൾക്കുമ്പോൾ തന്നെ ആ ഒഴുക്ക് മനസ്സിലാവുന്നില്ലേ? അതാണ് കുസുമമഞ്ജരിയുടെ ഒരു ഭംഗി. ഇനി കോഡിലെ അടുത്ത വാക്ക് നോക്കാം, വംശജൻ. ഇതിൽ നിന്നു നമുക്ക് കിട്ടുന്ന വൃത്തമാണ് വംശസ്ഥം. കുറച്ചുകൂടി ഗൗരവമുള്ള, ഒരു പ്രൗഢിയൊക്കെയുള്ള ഒരു താളമാണ് ഇതിന്. AR രാജരാജവർമ്മയുടെ മലയാള ശാകുന്തളത്തിലെ വളരെ പ്രശസ്തമായ വരികളാണിത്. മരങ്ങൾ കായേറ്റ് കുനിഞ്ഞു ചാഞ്ഞിടും, ധരിച്ചു നീരം ജലതങ്ങൾ തൂങ്ങിടും. പരോപകാരം ചെയ്യുന്നവരുടെ ഒരു സ്വഭാവം പറയാൻ ഈ വൃത്തം എത്ര മനോഹരമായാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ആ താളത്തിനൊരു പ്രത്യേക ഗാംഭീര്യമുണ്ട്. കോഡിൽ അടുത്തത് ദ്രുതഗതിയിൽ എന്നാണല്ലോ. അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ദ്രുതവിളംബിതം എന്ന വൃത്തമാണ്. ആ പേര് കേൾക്കുമ്പോഴേ അറിയാം, ദ്രുതം എന്നാൽ വേഗത. അപ്പോ കുറച്ച് സ്പീഡുള്ള എന്നാൽ ഒട്ടും ഭംഗി കുറയാത്തൊരു താളമാണിതിന്. ഒരു വരിയിൽ 12 അക്ഷരങ്ങൾ. കേരളവർമ്മയുടെ മണിപ്രവാള ശാകുന്തളത്തിലെ ഈ വരികളിലൊരു വേഗതയുണ്ടല്ലോ. തളിരുപോലധരം സുമനോഹരം, ലളിതശാഖകൾ പോലെ ഭുജദ്വയം, വാക്കുകളിങ്ങനെ ഒഴുകിപ്പോകുന്നതുപോലെ തോന്നുന്നില്ലേ? അതാണ് ദ്രുതവിളംബിതം. ഇനി നമ്മുടെ കോഡിലെ പഞ്ചമല്ലിപ്പൂവ് എന്ന വാക്കെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് 2 വൃത്തങ്ങൾ കിട്ടും. അതിലാദ്യത്തേതാണ് പഞ്ചചാമരം. ഒരു വരിയിൽ 16 അക്ഷരങ്ങൾ വരുന്ന വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു താളമാണ് ഇതിന്റെ പ്രത്യേകത. സിസ്റ്റർ മേരി ബെനീഞ്ചയുടെ ലോകമേ യാത്ര എന്ന കവിതയിലെ ഈ വരികൾ ഒരുപക്ഷെ പലർക്കും പരിചിതമായിരിക്കും. അരിക്കകത്ത് കൈവിരൽ പിടിച്ചുവെച്ചൊരക്ഷരം വരച്ച നാൾ തുടങ്ങി എന്റെ മേൽഗതിക്ക് വാഞ്ചയാ. ആ ഗുരുത്വവും ഭക്തിയുമൊക്കെ ഈ താളത്തിൽ എത്ര നന്നായി വരുന്നുണ്ടല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചമല്ലിപ്പൂവ് എന്ന വാക്കിൽ നിന്ന് കിട്ടുന്ന രണ്ടാമത്തെ വൃത്തം, അതാണ് മല്ലിക. അതിന്റെ പേരുപോലെ തന്നെ നല്ല മനോഹരമായ, ലളിതമായ ഒരു താളമാണ് ഈ വൃത്തത്തിന്. കുമാരനാശാന്റെ ഒരു പ്രാർത്ഥനയിലെ ഈ വരികൾ കേട്ടുനോക്കൂ. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും. പ്രകൃതിയുടെ ഭംഗി പറയാൻ ഈ വൃത്തം എത്ര അനുയോജ്യമാണെന്ന് തോന്നുന്നില്ലേ? അതാണ് മല്ലികയുടെ സൗന്ദര്യം. അടുത്തത് കോഡിൽ നിന്ന് നേരിട്ട് തന്നെ കിട്ടുന്ന പേരാണ് ശാർദൂല വിക്രീഡിതം. ശാർദൂലം എന്ന് പറഞ്ഞാൽ കടുവ എന്നാണ് അർത്ഥം. അപ്പോ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല ഗാംഭീര്യവും ശക്തിയുമുള്ള ഒരു താളമാണ് ഈ വൃത്തത്തിന്. ഒരു വരിയിൽ 19 അക്ഷരങ്ങൾ വരും. വയലാറിന്റെ സർഗസംഗീതം എന്ന കവിതയിലെ ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യും. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമമനോഭിരാവ പുളിനോപാന്ത പ്രദേശങ്ങളിൽ വലിയ വലിയ ആശയങ്ങൾ, ദീർഘമായ വർണ്ണനകൾ, അതിനൊക്കെ പറ്റിയൊരു വൃത്തമാണിത്. അങ്ങനെ നമ്മുടെ കോഡിലെ അവസാനത്തെ വൃത്തത്തിലേക്ക് നമ്മളെത്തി. ശ്രദ്ധര. ഒരു വരിയിൽ 21 അക്ഷരങ്ങളുണ്ട്.
ഇതിനൊരു പ്രത്യേകതയുണ്ട്. 7 അക്ഷരങ്ങൾ വീതമുള്ള 3 ഭാഗങ്ങളായിട്ടാണ് ഇതിന്റെ ഒരു ഘടന. ശരിക്കും ഒരു പൂമാല കോർക്കുന്നത് പോലെ വാക്കുകൾ കോർത്തിണക്കിയ ഒരു വൃത്തം. ഈ ഉദാഹരണം കേൾക്കുമ്പോഴാണ് ആ പൂമാലയുടെ ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. താരിൽ തൻവി കടാക്ഷാഞ്ചല മധുബകുലാരാമ രാമാജനാനാം. വാക്കുകളൊരു മാലയിലെ മുത്തുകൾ പോലെ ഒന്നൊന്നായി വരുന്നത് കണ്ടോ? നല്ല നീളമുള്ള, ഒഴുകിപ്പോവുന്നൊരു ഫീലാണ് ശ്രദ്ധരയ്ക്ക്. അപ്പോ നമ്മുടെ ആ സീക്രട്ട് കോഡിലുള്ള 7 വൃത്തങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇതൊരു നല്ല തുടക്കമാണ്. പക്ഷേ സമവൃത്തങ്ങളുടെ ലോകം ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട വേറെയും കുറേ വൃത്തങ്ങളുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് അനുഷ്ടുപ് വൃത്തം. നമ്മുടെ രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ വൃത്തത്തിലാണ്. അതുപോലെ തന്നെ വളരെ പോപ്പുലറാണ് ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര തുടങ്ങിയവ. ഇതൊക്കെ മലയാള കവിതയെ ഒരുപാട് സമ്പന്നമാക്കിയ താളങ്ങളാണ്. ശരി, ഇത്രയും നേരം നമ്മൾ ഈ പഴയ വൃത്തങ്ങളെക്കുറിച്ചും അതിന്റെ നിയമങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇതിനിപ്പോ എന്താണ് ഇത്ര പ്രസക്തി? എന്തിനാണ് നമ്മളിത് അറിയുന്നത്? ഈ ചോദ്യത്തിന് നല്ല പ്രസക്തിയുണ്ടല്ലേ. ഇന്നത്തെ കാലത്ത് കവിത എഴുതാൻ ഈ നിയമങ്ങളൊക്കെ വേണോ? സത്യം പറഞ്ഞാൽ ഒരു കവിതയുടെ സൗന്ദര്യവും അതിന്റെ ആഴവും ശരിക്കും മനസ്സിലാക്കാൻ അതിന്റെ ഘടനയെക്കുറിച്ചുള്ള ഈ ഒരു അറിവ് നമ്മളെ ഒരുപാട് സഹായിക്കും. വൃത്തം എന്ന് പറയുന്നത് ഒരു കൂടുപോലെ കവിയെ തടസ്സപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് കവിയുടെ ആശയങ്ങളെ കൂടുതൽ താളാത്മകമായി, കൂടുതൽ ഭംഗിയായി അവതരിപ്പിക്കാനുള്ള ഒരു ടൂളാണ്. കാലം മാറുമ്പോ നിയമങ്ങളും മാറിയേക്കാം, പക്ഷെ കവിതയിലെ ആ താളം, ആ സംഗീതം അതെപ്പോഴും പ്രസക്തമായിരിക്കും, അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.